ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനീഷിനും ഷാനവാസിനും വലിയ പണിയായിരിക്കും കൊടുക്കാൻ പോകുന്നതെന്ന് പലരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഒരു വലിയ പണിയും കൊടുത്തില്ല. അവർക്ക് കൊടുത്തത് സാധാരണ പോലത്തെ ഒരു ടാസ്ക്കാണ്. കാരണം എന്താണ്, അവർ വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഗ്രൂപ്പിസം കളിച്ച് പാർഷ്യാലിറ്റി കാണിച്ച് ഇവരെ രണ്ടുപേരെയും ജയിലിലേക്ക് അയച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജയിൽ ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തത് അരിയും ഉഴുന്നും കൂടെ അരയ്ക്കുന്ന ആ ഒരു ടാസ്ക്കാണ്, മാവരയ്ക്കുന്ന ആ ഒരു പരിപാടിയാണ് കൊടുത്തത്. അത് അനീഷ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് സമയമായിട്ട് അനീഷ് തന്നെ ഇരുന്നിട്ടാണ്, ഒറ്റയ്ക്കിരുന്നാണ് അത് ചെയ്യുന്നത്. ഷാനവാസ് അവിടെ കിടപ്പാണ്. ഷാനവാസ് അതിലൊരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല. അപ്പൊ അനീഷ് ഇപ്പോഴേ പറയുന്നുണ്ട്, ഇത് നിന്റെ ടേൺ ആവുമ്പോൾ നീ ചെയ്യണം, ഞാൻ ഉഴുന്നാണ് അരയ്ക്കുന്നത്, നീ അരി അരയ്ക്കാറാവുമ്പോൾ നീ എണീക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസിന് റിപ്ലൈ ഒന്നും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. സഹായിക്കാൻ കൈസഹായമെങ്കിലും ചെയ്തു തരാൻ പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് കൈസഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത്. ലൈവ് കട്ട ഡ്രൈ ആണ് കേട്ടോ. എല്ലാവരും ദംഷരാജ്, കൊളങ്കര അങ്ങനെയുള്ള ഗെയിംസ് ആണ് ഈ ഡ്രൈ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ കളിക്കുന്നത്. അത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല ലൈവ് കാണാനായിട്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ജയിലിലിരിക്കുന്നു, ഇവർ രണ്ടുപേരും ഇങ്ങനെ ടാസ്ക് ചെയ്യുന്നു. കാര്യമായിട്ട് ഒരു രീതിയിലുള്ള സംസാരങ്ങളൊന്നും ലൈവിനകത്ത് നടക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര ബോറിംഗ് ആയിട്ട് ഡ്രൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.